നമസ്കാരം. 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 3-ാം തീയതി എന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. ജനുവരി 3. ഈ ശരത് ലാലിൻ്റെയും ജയേഷിൻ്റെയും കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതകത്തിലൊന്ന് അതിൻ്റെ വിധി വരികയാണ്. MLA ഉൾപ്പെടെ ഉള്ളവരെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇനി വിധി വരാനേ ബാക്കിയുള്ളൂ. മുൻ MLA. അതെ. സാർ ഈ കേസ് വിശദമായി പഠിച്ച ഒരാളാണല്ലോ. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു വിധി, അല്ലെങ്കിൽ CPM-ൻ്റെ ഒരു നിലപാട് എങ്ങനെയായിരിക്കും? എനിക്ക് തോന്നുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ട വാർത്തകളും ഈ മരണത്തിന് ശേഷം നടന്ന വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളും കോടതിയിൽ നടന്ന ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികളുമൊക്കെ ഒരു മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ നമ്മൾ നോക്കി കാണുമ്പോൾ വധശിക്ഷ വരെ ലഭിക്കാവുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ ഇതിനകത്തുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയും വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലാണ് അതെ എല്ലാ ഘടകങ്ങളും ഒരു ശിക്ഷ വിധിക്കുന്നതിന് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. ജുഡീഷ്യറിക്ക് അങ്ങനെ വലിയൊരു ഡ്യൂട്ടി തന്നെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് നോക്കി എല്ലാ തരത്തിലും അതിനകത്ത് പ്രതികളുടെ പ്രായം ഒക്കെ പരിഗണനയ്ക്ക് വരുന്ന വിഷയങ്ങളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും CPM-നെ സംബന്ധിച്ച് TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പ്രഹരമാണ് ഈ കൊലക്കേസിൻ്റെ വിധി. ശരത് ലാൽ കൃപേഷിൻ്റെയും ശിക്ഷ വിധിക്കാൻ പോകുന്ന ഒരു സന്ദർഭം. പ്രത്യേകിച്ച് 2025 2 തെരഞ്ഞെടുപ്പുകൾ വൈകാതെ അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന പാർട്ടി മുന്നണി ആദ്യം തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഏകദേശം വെളിപ്പുറത്തെത്തി നിൽക്കുന്ന അവസ്ഥയാണ്. അതൊരു വിളംബരമാണ്. അതെ, നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ട്രയൽ എന്ന് വേണമെങ്കിൽ തന്നെ പറയാവുന്നതാണ് നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ CPM-നെ സംബന്ധിച്ച് ഒരു നല്ല പ്രതിസന്ധി ഉണ്ടാക്കുന്ന, എതിർപക്ഷത്തിന് ഒരു പ്രചരണ ആയുധമായി ലഭിക്കുന്ന ഒരു കേസ് തന്നെയാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. ഈ കുട്ടികൾ ചെയ്ത തെറ്റെന്ത്? അവരവിടെ ഇത് നമ്മൾ പറയുന്നത് പോലെ തന്നെ KSU SFI തമ്മിലുള്ള അതിൽ ഈ CPM നേതാവ് എന്തോ ഒരു പീതാംബരൻ അയാളുമായി ഒരു വാക്ക് തർക്കം ഉണ്ടായി. അതെ. ഒരു വാക്ക് തർക്കത്തിന്റെ പേരിൽ ആ നാടിന് മുഴുവൻ രക്ഷകരായിരുന്ന 2 ചെറുപ്പക്കാരായ പയ്യന്മാർ കോൺഗ്രസ്സുകാരായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രം 19ഉം 22ഉം വയസ്സ് ജീവിതം അവർ ആരംഭിക്കുന്നേ ഉള്ളൂ. രാഷ്ട്രീയം അവർക്ക് തീവ്രമായ ഒരു കാഴ്ചപ്പാടായിരുന്നില്ല. അതിനൊപ്പം ആരാധനാലയങ്ങളുമായും ചെണ്ടമേളവുമായും മറ്റുള്ളവരെ സഹായിക്കുന്നതുമായൊക്കെ ആ നാട്ടിൽ ഓടി നടന്ന 2 കുട്ടികളാണ്. ഇതിൽ നിന്ന് നമ്മൾ മൊത്തത്തിൽ കേരളത്തിലെ CPM-ൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒട്ടേറെ കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് CPM പ്രവർത്തകർ. അത് എണ്ണിയാലൊടുങ്ങാത്ത കൊലപാതകങ്ങൾ. തുടക്കം RSS-ഉം CPM-ഉം തമ്മിലുള്ള സംഘർഷമായിരുന്നു. ഏകദേശം ഒരു 80 തുടങ്ങി ഇങ്ങോട്ട് ഒരു 90 വരെയുള്ള കാലഘട്ടം വലിയ സംഘർഷം നിറഞ്ഞ കാലഘട്ടമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. RSS-കാർ CPM-കാരെ കൊന്നിട്ടുണ്ട്, CPM RSS-നെ വ്യാപകമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്. CPM-നെ പോലെ ഉള്ള ഒരു പാർട്ടിക്ക് ആ പാർട്ടിയുടെ മേൽഘടകത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ക്രിമിനലുകളുടെ സംഘം ഇവിടെ ഉണ്ടോ എന്ന് സംശയിക്കുന്നു. കാരണം CPM-ൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കാത്തവർ. അപ്പോൾ ഇപ്പം തന്നെ പറഞ്ഞല്ലോ, ഒരു 2 വിഭാഗം കുട്ടികൾ തമ്മിലുള്ള ഒരു തർക്കം. അവരങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യാലയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു തർക്കം. അതിൽ ഇടപെട്ടത് ആരൊക്കെയാണ്? KV കുമാരൻ എന്ന് പറയുന്ന മുൻ MLA ഉൾപ്പെടെയുള്ള, അദ്ദേഹം ഒരു നിയമസഭ സാമാജികനായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രതികളായിരിക്കുന്നവരാണ്. അതുപോലെ തന്നെ മുൻ MLA നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഏരിയ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറിമാർ, അങ്ങനെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ, ജനപ്രതിനിധികളായും പാർട്ടി ചുമതലകളിലും ഇരിക്കുന്ന ആളുകൾ തന്നെ ഇതിനകത്ത് പ്രതിയായി വരുന്ന സാഹചര്യം. പിന്നെ അതിൽ പാർട്ടി അപ്പം തന്നെ സ്വാഭാവികമായിട്ട് ഏത് കൊലപാതകം നടന്നാലും തള്ളി പറയും, ഞങ്ങളതിനകത്ത് കക്ഷിയല്ല എന്ന് പറയും. ഇവിടെ ആദ്യം തന്നെ അത് തന്നെ പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴും പറയുന്നു, അത് ആവർത്തിക്കുന്നു. ബാലൻ മന്ത്രി
അതെ ഇപ്പോഴും അതെ 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 ബാലൻ പറയുന്നത് ഒരു ബന്ധുവില്ലെന്ന് പറയുന്ന ഏത് കാലത്താണ് സാർ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത്? അതെ, അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത്, 15 കോടിയോളം രൂപ ഈ കേസ് CBI അന്വേഷിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കൊലക്കേസ് CBIക്ക് വിടണമെന്ന് കൃപേഷിൻ്റെ ശരത്ലാലിൻ്റെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി അത് പരിഗണിക്കുമ്പോൾ ആ CBI അന്വേഷണത്തിന് ഈ കേസ് വിടരുത്. അപ്പോൾ പിന്നെ ഈ സ്വന്തം പാർട്ടിക്കാരല്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ ഈ ഇത് വിടരുതെന്ന് പിന്നെ പോണത്? ഇവിടെ നടക്കുന്ന എല്ലാ കൊലക്കേസുകൾക്കും CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ പാർട്ടി ഖജനാവിൽ പണം മുടക്കി പോകുമോ? ഇല്ല, 15 കോടി. ഞാനൊരു കാര്യം അതിനിടയിൽ ഒരു ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ CBIയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നവീൻ ബാബുവിൻ്റെ മരണം ഒരു കൊലപാതകം തന്നെയാണ്, സംശയമില്ല. അതെ, ഈ ഇലക്ഷന് തൊട്ട് മുന്നെയാണത് സംഭവിക്കുന്നത്. അതെ, ആ സമയം പാർട്ടി എന്താണ് പറഞ്ഞത്? നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമായിരിക്കും പാർട്ടി. അതെ അതെ അതേ പാർട്ടി CPMൻ്റെ ഈ സംസ്ഥാന സെക്രട്ടറി അല്ലേ ഗോവിന്ദൻ മാസ്റ്ററാണ് പിന്നീട് പറഞ്ഞത് CBI അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്തിന് ഭയപ്പെടുന്നു? അതിന് മുടക്കിയതോ ഖജനാവിലെ 15 കോടി രൂപയാണ് സുപ്രീം കോടതി. നമ്മുടെ പണം, ഈ കുട്ടികളുടെ പൊതുഖജനാവിലെ, അതെ, ഈ പൊതുഖജനാവിലെ പണം 14 കോടി 83,000 ചില്ലുവാനും രൂപ പൊതുഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് ഹൈക്കോടതി തുടങ്ങി സുപ്രീം കോടതി വരെ പോയി വാദിച്ചു. CBI അന്വേഷണം വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുറ്റം നടന്നാൽ ഒരു ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? നിയമത്തിന് മുമ്പിൽ തെറ്റുകാരെ ശിക്ഷിക്കപ്പെടട്ടെ. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. പാർട്ടിക്കാരായിരിക്കും പാർട്ടിക്കാരല്ലായിരിക്കും, അതൊക്കെ പിന്നത്തെ കാര്യം. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറയുന്നതിന് പകരം പൊതുഖജനാവിൽ നിന്ന് 15 കോടി രൂപയുടെ അടുത്ത് എടുത്ത് ഈ കേസ് CBI അന്വേഷിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെലവഴിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം, ശ്രീ റഫീഖായിരുന്നു അവിടുത്തെ DYSP, അന്വേഷണ ഉദ്യോഗസ്ഥനെ ടീം സെറ്റ് ചെയ്തു. ഈ അന്വേഷണം കൊണ്ട് നീങ്ങി ആദ്യത്തെ ഒരു ഘട്ടം 4-5 പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ തന്നെ ടീമിനെ മൊത്തം മാറ്റി. അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അട്ടിമറിച്ചു. തന്നെയല്ല, ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി സ്റ്റേഷനിലേക്ക്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബലമായിട്ട് പ്രതികളെ ഇറക്കിക്കൊണ്ടുവന്നു. അതിന് തൊണ്ടി മുതലായി പിടിച്ച വാഹനം കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോൾ ഇതിനൊന്നും കേസില്ല. അതാണ് അതിനകത്തെ വിരോധാഭാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും CPMനെ സംബന്ധിച്ച് CPM ഒരു കാലഘട്ടത്തിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നൊരു പാർട്ടിയാണ്. അതിലും പോയി. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനം, ജനങ്ങൾക്ക് ജനകീയ വിഷയങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഒരു കാലത്ത് EK നായനാർ വരെയുള്ള ഒരു കാലഘട്ടം. അതാണ് കറക്റ്റ്. ഈ പാർട്ടിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് സാർ. ഈ പാർട്ടിയിൽ ചേർന്നാൽ ഒരു ജോലിയും ചെയ്യാതെ പണം കിട്ടും, കുടുംബത്തിലുള്ള മുഴുവൻ പേർക്കും ജോലി കിട്ടും. അങ്ങനെ ഉള്ള ഒരു പാർട്ടി കൂടിയാണ്. ഞാൻ ഇടപെട്ടത് ക്ഷമിക്കണം. അതെ, ഇപ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ അതന്നെ ശരത്ലാലിനെ ഒക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ വരാൻ പോകുന്നു, വിധി പിന്നെ 3-ാം തീയതി പുറപ്പെടുവിക്കാൻ പോകുന്നു. ഇപ്പം നവീൻ ബാബുവിലേക്ക് വന്നാൽ അതിന് മുമ്പുണ്ട് അരീഷ് ഷുക്കൂറിൻ്റെ കൊലപാതകം, ഷുഹൈബിൻ്റെ കൊലപാതകം. ഇതൊക്കെ ചെറുപ്പക്കാർ പിള്ളേരാ, ഇവിടുന്ന് പ്രായമുള്ളവരല്ല. ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധം, അത് പിന്നെ സ്കൂൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊണ്ട് നടത്തിയ അതിക്രൂരമായ കൊലപാതകം, മാംസവും രക്തവും ചിതറിത്തെറിക്കുന്നു പറഞ്ഞു. അപ്പം ഇത്രയധികം ക്രൂരത കാണിക്കാനുള്ള മനസ്സുള്ള ആളുകൾ ഈ പാർട്ടിയിൽ വളർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ തെളിവാണ് ഈ ശരത്ലാലിൻ്റെയൊക്കെ കൊലപാതകം. അത് നിഷ്ഠൂരമായിട്ട് കൊന്നുകളഞ്ഞത്. അപ്പം ഇതൊക്കെ പാർട്ടി ചെയ്യുമ്പോഴും കാലാകാലത്തിൽ പാർട്ടി ഞങ്ങൾക്ക് ഇതിനകത്ത് ബന്ധമില്ലെന്ന് പറയും. ഇത്രയേറെ അത് തന്നെയാണ് ഇപ്പം നവീൻ ബാബുവിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറയുന്നു, ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പമാണ്, നീതി ലഭിക്കണം എന്ന് പറയുന്നു. അവിടെ കണ്ണൂരിൽ പിന്നെ ജില്ലാ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ചെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണെന്നാണ്. കണ്ണൂർ ലോബി പറയുന്നു അല്ല, പാർട്ടിക്ക് ബന്ധമില്ല, ഇരട്ടത്താപ്പാണ്. അപ്പോൾ അത് നമുക്ക് മനസാക്ഷി ഉള്ളവർക്കെല്ലാം വലിയ വേദന ഉണ്ടാക്കിയ ഒരു മരണമായിരുന്നു നവീൻ ബാബുവിൻ്റേത്. അപ്പോൾ അതിനെയും തള്ളിപ്പറയുകയും ആ കുടുംബത്തെ പോലും സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഏത് കൊലപാതകങ്ങൾ നടത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ കൊലപാതകങ്ങളുടെ എണ്ണമെടുത്താൽ പല രാഷ്ട്രീയ പാർട്ടികളും കൊലപാതകത്തിൽ പങ്കാളികളായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഒരു വിരോധാഭാസം പാർട്ടി കൃത്യമായിട്ട് പാർട്ടിയുടെ മുൻനിര നേതാക്കൾ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടി പി കേസിനകത്ത് ആരൊക്കെയാണ് പിന്നെ പ്രതികളായത് നമുക്കറിയാം. TP ചന്ദ്രശേഖർ വധക്കേസിൽ പാർട്ടിയുടെ മുൻനിരയിലുള്ള നേതാക്കളായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെടുകയും പാർട്ടി തന്നെയാണ് അവരെ സംരക്ഷിച്ചത്. ഇപ്പം നവീൻ ബാബുവിൻ്റെ കാര്യം വീണ്ടും എടുത്ത് പറയുമ്പോൾ പത്തനംതിട്ടയിൽ ഇന്ന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. KP ഉദയഭാനു എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി മാറ്റിയിരിക്കുന്നു. മാറ്റി
ഇപ്പോൾ പിന്നെ റാന്നി MLA ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ ഈ പാർട്ടി സാറി പറയുന്നതുകൊണ്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ ഇതുവരെ ഉണ്ടാകാതിരുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നു. DYFE സമാന്തര കമ്മിറ്റി തിരുവനന്തപുരത്ത് രൂപീകരിച്ചിരിക്കുന്നു. ഈ പാർട്ടിയിൽ നിന്നും ഒരുപാട് പേർ മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു. അതെ 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 അതെ. അപ്പോൾ ഒരു അടിത്തറ ഇളക്കുന്ന തരത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നെ സംഘടനാ സംവിധാനം വലിയ അപകടത്തിലേക്ക് തകരാറിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു സമയത്ത് കേഡർ സ്വഭാവമുള്ളൊരു പാർട്ടിയാണ്. ഇപ്പോൾ ഒരു കേഡർ പറയുന്നേ ഉള്ളൂ, എല്ലായിടത്തും ഗ്രൂപ്പിൻ്റെ പുറത്ത് ഗ്രൂപ്പും പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ്. ആ കേഡർ സ്വഭാവം ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് നേരത്തെ സാറ് പറഞ്ഞ പോലെ EK നായനാർ ഇരുന്ന കാലം വരെ പരിക്കില്ലാതെ പോയി. അതിനുശേഷം മൊത്തം ആടി ഉലയുകയാണ്. ഇദ്ദേഹം അച്യുതാനന്ദൻ സഖാവ് വാർദ്ധക്യത്തിലേക്ക് പോയി. പക്ഷേ എത്രയോ നല്ല പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് കേരളത്തിൽ നടപ്പിലാക്കിയിരുന്ന അതിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു പാർട്ടിയാണ്. ഇന്ന് നേതാക്കൾ ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുകയും മറ്റു പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അപകടം. അപ്പോൾ ഇത് ഒരു കാലത്ത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ പറയുമായിരുന്നു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വേണമെന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ RSS ആയിരുന്നു, എന്നാലും ഞാൻ പറയുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വേണം. ഇപ്പം ജനങ്ങൾ പറയുന്നത് വേണ്ട, ഇന്ന് വേണ്ടെന്ന് പറയുന്നു. ഇന്ന് മതിയാക്കി, ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിച്ചത് ഇപ്പോഴത്തെ നേതൃത്വം തന്നെയാണ്. ഈ നേതൃത്വത്തെക്കുറിച്ച് നേരത്തെ ചേർത്ത് വയ്ക്കുന്നൊരു കാര്യം, യഥാർത്ഥത്തിൽ ഈ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം മറന്നു പോകും. കാരണം ഈ ഇലക്ഷനിൽ പ്രതിഫലിച്ചൊരു കാര്യമായിരുന്നു ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രവർത്തകരുടെ തല തല്ലി പൊട്ടിച്ചപ്പോൾ ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് കാണുകയാണ്. എന്നിട്ട് പുള്ളി എന്താ പറഞ്ഞത്? രക്ഷാപ്രവർത്തനം. അതിനേറ്റ തിരിച്ചടി. ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ മറ്റു പാർട്ടിക്കാരെ തല്ലിച്ചതയ്ക്കുക, ഇതിനൊക്കെ ന്യായീകരിക്കും. ഇത് കേരളം കണ്ടോണ്ടിരിക്കുക. കേസ് പോലും ഇവിടെ എത്തിയിട്ടില്ല. ഈ ഗൺമാൻ കോടതിയിൽ പോലും ഹാജരായിട്ടില്ല. അപ്പൊ പിണറായി സഖാവ് ഇടയ്ക്ക് പഴയ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ, ഗുണ്ടായിസ് എന്ന നിലയിൽ അതിലേക്ക് പോവുകയാണ്. എതിർ ശബ്ദമില്ല സാർ. ആര് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മന്ത്രി പദവി ഉണ്ടാവില്ല, MLA സീറ്റ് ഉണ്ടാവില്ല, പാർട്ടിയിൽ ഉന്നത സ്ഥാനം ഉണ്ടാവില്ല, സൊസൈറ്റികളുടെ സ്ഥാനം ഉണ്ടാകില്ല. ആരാണ് സംസാരിക്കുന്നത്? ഇത് സംസാരിച്ചില്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ബംഗാളിലെ പോലെ സംഭവിക്കും. തുടങ്ങിയിരിക്കുന്നു. ത്രിപുര പോലെ അവിടെയൊക്കെ എന്താ സംഭവിച്ചത്? ഈ കീഴ്വഴക്കം തന്നെയാണ് അവിടെയും. അത് ഇവിടെ ആവർത്തിച്ച് കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ തൂത്തെറിയുന്ന അവസ്ഥയിലേക്ക് ഇവിടെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ഇപ്പൊ ബിജെപിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി കൊടുക്കുന്നത് CPM. 100% അവസാന ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനം മാറുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, നമുക്കിപ്പം CPM-നോട് നമുക്ക് വിരോധമൊന്നുമില്ല, നമ്മൾ ഉള്ള കാര്യം ആരുടെയാലും പറയും. പക്ഷേ ഇവിടെ ഉണ്ടാകുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പുലർത്തേണ്ട മാന്യതയും മനുഷ്യത്വവും നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു സംഘം ചെയ്യുന്ന പ്രവൃത്തിയോട് മറ്റുള്ളവർക്ക് ഒന്നും ശബ്ദിക്കാൻ വയ്യാത്ത നിശബ്ദരാക്കിക്കൊണ്ട് അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ധാർഷ്ട്യവും കുങ്കും കാണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എത്ര കാലം മുന്നോട്ട് പോകുമെന്നാണ് ധരിക്കുന്നത്? എൻ്റെ ഒരു സംശയം, ഒരു സാധാരണ സംശയം സാർ, ഈ CPM-ന്റെ മുൻനിര നേതാക്കന്മാരിൽ ആരുടെയെങ്കിലും ഒരു മകനോ മകളോ ഇന്ന് വരെ കൊല്ലപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പോട്ടെ, തെരുവുകളിൽ ഈ വെട്ടിക്കൊല്ലും തട്ടിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നവരിൽ ഈ നേതാക്കന്മാരുടെ ഏതെങ്കിലും ഒരു മക്കളുണ്ടോ? ഇല്ല. ഇപ്പോൾ ഈ കേസിൽ തന്നെ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെ കേസിൽ രസകരമായൊരു സംഭവം നടന്നു. കോടതി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എല്ലാവരോടും ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അതിൽ 15-ാം പ്രതി സുരേന്ദ്രനോട് കോടതി ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കണം, ജീവിതം മടുത്തു എന്ന്. അപ്പോൾ ഇത് പെടുത്തിയാണെന്നുള്ള കാര്യം മനസ്സിലായി. പെടുത്തിയതാ. അപ്പോൾ ഈ വലയത്തിൽ പെട്ടുപോയാൽ ഇതിന് മനസ്സില്ലാത്തവർ ഇതിനകത്ത് പെടുന്നു. ജീവിതം മടുത്തു എന്നൊരു ചെറുപ്പക്കാരൻ, വലിയ പ്രായമൊന്നുമില്ല സുരേന്ദ്രൻ, ജീവിതം മടുത്തു എന്ന് അയാൾ പറയാണ്. എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ കോടതിയോട് അഭ്യർത്ഥിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ. അതായത് ഈ പാർട്ടി മൂലം ഞാൻ ഈ കേസിൽ പെട്ടുപോയി, ഇനി എനിക്ക് മരണം മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. ഇതൊരു വലിയ സന്ദേശമാണ്. ഈ ഒരു കാര്യം ലജ്ജയോടുകൂടി CPM ഓർക്കണം. നമ്മൾ നിൽക്കുന്ന ഒരു കാലഘട്ടം എവിടെയാണ്? ക്യാമറയുടെ സഹായത്തോടെ ഇല്ലാതിരിക്കുന്നത് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ആധുനികമായ ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും തെരുവിലിറങ്ങി വെട്ടിക്കൊല്ലും
കുത്തിക്കൊല്ലും എന്ന മുദ്രാവാക്യം വിളിക്കുക. അത് ഒരു പറ്റം ആളുകൾ, ഈ നടക്കുന്ന ഒരൊറ്റ ആൾക്ക് പോലും ഒറ്റയ്ക്ക് ധൈര്യമില്ല എന്നുള്ളത് സത്യമാണ്. തീർച്ചയായിട്ടും. നിങ്ങൾക്ക് നാണമില്ലേ? എന്തുകൊണ്ട് മന്ത്രിമാരുടെയും CPM-ന്റെയും ഉന്നത നേതാക്കന്മാരുടെ മക്കൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വരുന്നില്ല? അവർക്ക് യൂറോപ്പിൽ പഠിക്കുന്നവരാണ്. ഈ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് രക്തസാക്ഷികളാകുന്ന, മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്ന നിങ്ങൾ ആരെങ്കിലും സമ്പന്നരാണോ? ഒന്നുമല്ല, സാധാരണക്കാർ. സാർ, അതുപോലെ തന്നെ ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പറയുന്നതൊന്നും കേരളം വിശ്വസിച്ചിട്ടില്ല. അതെ. ഈ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ, എന്താണ് ഇയാളുടെ പേരും ഞാൻ എപ്പോഴും മറന്നുപോയി, പീതാംബരനോ? പീതാംബരൻ. ഈ പീതാംബരനെ പിച്ചി നുള്ളി ഇതൊക്കെ പറഞ്ഞാണ് ഇവർ പ്ലാൻ ചെയ്യുകയാണ് കൊലപാതകം. അതിനു മുന്നിൽ അതിനരികിലായുള്ള വെയിറ്റ് ഷെഡിൽ പ്ലാൻ ചെയ്യുന്നു. പിന്നീടത് ഒരു ഉത്സവത്തിൽ കളിയാട്ടം അങ്ങനെ എന്തോ ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നു, വാഹനങ്ങൾ സംഘടിപ്പിക്കുന്നു, ഇവർ വരുന്ന റൂട്ട് സ്കെച്ച് മാപ്പ് ചെയ്യുന്നു, ഈ വിവരങ്ങൾ നൽകാൻ ആളുകളെ നിയോഗിക്കുന്നു, ഫോൺ ചെയ്യുന്നു. എന്നിട്ട് ഈ 2 കുട്ടികൾ വരുന്ന വഴിയിൽ വെച്ച്, 2 പേർ നിരായുധരായ 2 ചെറുപ്പക്കാർ വരുന്ന വഴിയിൽ വെച്ച് വടിവാളും ആയുധങ്ങൾ ഉപയോഗിച്ച് അവിടെ വെട്ടി വീഴ്ത്തുകയാണ്. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു പയ്യൻ, കൃപേഷാണോ ശരത്ലാലാണോ എന്നറിയില്ല, സർ, ചോര ഒലിച്ചൊരു ഓടയിൽ കിടക്കുമ്പോൾ അവന്റെ സഹോദരിയും സുഹൃത്തുക്കളും അതുവഴി വരുമ്പോൾ കാണുകയാണ് അമൃത എന്ന മോള്. ആ കുട്ടി ഇന്നും മാനസികമായി തകർന്നു നിൽക്കുകയാണ്. അവിടെ നിന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, രക്ഷപ്പെട്ടില്ല. എന്തിനു വേണ്ടിയാണ് നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ കൊല്ലുന്നത്? മറ്റുള്ളവരുടെ മക്കൾ, അവർക്കും സ്നേഹത്തോടെ ജീവിക്കണ്ടേ? ആശയപരമായി എതിർക്കൂ. ഈ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് അവരെ ബോധ്യപ്പെടുത്തി വോട്ടുകൾ നേടൂ. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ സമയം അവസാനിച്ചു. ഇനിയും നിങ്ങൾ ഇത്തരം വാടക കൊലയാളികളെ ഉപയോഗിച്ച് എതിർചേരിയിലുള്ളവരെ കൊന്നാൽ, അതല്ല എങ്കിൽ നിങ്ങൾ MLA ഉൾപ്പെടെയുള്ളവർ കൊലപാതകങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇതിലൊന്നും പെടാത്തൊരു ജനവിഭാഗമുണ്ട് കേരളത്തിൽ. 42% വരുന്ന നിഷ്പക്ഷരായ ജനവിഭാഗം. അവർ നിങ്ങളെ തെരുവിൽ നേരിടും. നിങ്ങളുടെ രക്തത്തിനായി അവർ ദാഹിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് CPM കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ പാർട്ടി, ദേവൻ സാർ പറഞ്ഞതുപോലെ, നശിക്കാതിരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളും. കാരണം ശക്തമായൊരു പ്രസ്ഥാനമാണ്, വേണം. പക്ഷേ നീതിബോധവും വൈകൃതമായ രാഷ്ട്രീയ ചിന്തകളും കൊണ്ട് ഈ പ്രസ്ഥാനം കേരളത്തിലും നശിച്ചുകൊണ്ടിരിക്കുന്നു. തുടരും ചർച്ചകൾ. നമസ്കാരം.